ഹായ് കൂട്ടുകാരെ, ഇന്ന് ശരണ്യയുടെ ഞാൻ വണ്ടിയുടെ അകത്തൊരു സാധനം മേടിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ഒന്ന് തന്നെത്താൻ തുറന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരണ്യ അതുകൊണ്ട് എന്ത് ചെയ്യുമെന്നൊന്ന് കാണിച്ചു തരാം. കാരണം ശരണ്യ അത് എടുക്കുമ്പോൾ എന്താണ് ശരണ്യക്ക് തോന്നണമെന്ന് നിങ്ങളെ തന്നെ കാണിച്ചു തരാം. ഞാൻ താക്കോലും കൊടുത്ത് വിട്ടിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞിരിക്കുക. ഒരാൾ നിൽക്കണ നിപ്പ് കണ്ട് വണ്ടി ഓടിക്കാൻ പോണം. ഇതെന്നാ എടുക്കുകയാണ്? ആ എടുക്ക്. എന്നിട്ട് വണ്ടിയെ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. തുറക്ക്. ശരണ്യക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. അത് ശരണ്യക്ക് ഇഷ്ടല്ലേ? ഓ മയത്തിനൊക്കെ അടക്ക്. ഒറ്റ ഇതല്ല. അത് ലോക്ക് വീണാന്ന് നോക്കിക്കേ. പൊക്കി നോക്കിക്കേ. ആ ലോക്ക് വീണില്ല. അത് ഇവിടെ അടിച്ച്. ഇപ്പോൾ ലോക്ക് വീണ്. ഒന്ന് നോക്കിക്കേ, തുറന്ന്. ഇല്ല. അപ്പം ശരണ്യ ഞാനിത് മേടിച്ചോണ്ട് വന്ന ശരണ്യ ഈ കപ്പ കൊണ്ട് എന്താണ് ചെയ്യണമെന്ന്. കോട്ടയംകാര. ശരണ്യ കോട്ടയംകാരിയാണല്ലോ. അപ്പോൾ അല്ല നേരത്തെ. അപ്പൊ അതുകൊണ്ട് കോട്ടയത്ത് വെക്കുന്ന കപ്പയുടെ ഇത് ശരണ്യക്ക് അറിയാമല്ലോ. തീർച്ചയായിട്ടും. കപ്പ വേവിക്കുവാണ് ഇവിടെ. കപ്പ ഉപ്പുമാവ് എന്ന് പറയും. ഞങ്ങളുടെ കപ്പ വേവിച്ചത്. കപ്പ വേവിച്ചെന്നാണ് പറയുന്നത്. പല നാട്ടിൽ പല പേര്. അപ്പൊ എന്നാ ശരണ്യ പുറത്ത് തന്നെ നിൽക്കാതെ ഇങ്ങോട്ട് കയറി വാ കപ്പയായിട്ട്. ഏതാണ്ടും കുഞ്ഞുങ്ങളെ എടുത്ത് പിടിച്ചിരിക്കണ പോലെയാണ് കപ്പ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കണത്. കപ്പയൊക്കെ കവർ തന്നില്ല. അവിടെ കവറില്ല. ഞാൻ പിന്നെ സീറ്റിൻ്റെ അകത്ത് ഇട്ടുണ്ട് പോകുന്നത്. ഓ അതെനിക്കിട്ട് വെച്ചതാണല്ലേ കവറില്ലാത്ത. ശരി ശരണ്യ എന്നാ ഇരിക്കുകയാണ്? കപ്പക്ക് മെയിനായിട്ട് ആ കറിയാണല്ലേ? അതുകൊണ്ടാണ് ഇന്ന് കപ്പ തന്നെ. നമ്മുടെ ചിക്കൻ കറി കണ്ടാ? ഇതാണ് ഇന്ന് ഉച്ചക്ക് വെച്ച ചിക്കൻ കറി. ഇത് മാത്രല്ല കേട്ടോ, നമ്മളെ വറുത്ത ഉണക്കമുളകും ഉണ്ട്. അതെ, അത് ഞാൻ വീഡിയോക്കകത്ത് നിങ്ങളെ കാണിച്ച. കുറെ പേര് കമന്റ് ഇട്ടായിരുന്നു നമ്മളെ മുളക് ചമ്മന്തി. അതെ അതെ, ഞാൻ വെച്ച് കാണിച്ചാൽ എങ്ങനെയാണ്. അതെ അതെ. നമുക്ക് കപ്പ പൊളിക്കുന്ന വീഡിയോക്ക് പോയാലോ? പോയേക്കാം. എന്തോ ശരണ്യ കപ്പ വെക്കാൻ വേണ്ടി അമ്മ തേങ്ങ ചിരണ്ടി കൊടുത്തിരിക്കുന്നല്ലേ? അതെ, എപ്പോഴും ശരണ്യയുടെ കൈ മുറിയുക ചിരവേന്ന്. അത് കാരണം ഞാൻ എപ്പോഴും തേങ്ങ ചിരണ്ടി കൊടുക്കാറ്. അമ്മയുടെ പരിപാടി മെയിൻ ഡ്യൂട്ടിയാണല്ലേ ശരണ്യ? അതെ, കയ്യേ നമ്മുടെ കൈ പോലെ അല്ല, മുറിഞ്ഞു പോകുന്നത്. കുഞ്ഞി കൈയല്ലേ? കുഞ്ഞിക്കൈയാണ്. അത് കാരണം അമ്മ തേങ്ങയൊക്കെ ചിരണ്ടി വെച്ച്. തേങ്ങ ചിരണ്ടി വെച്ച്. തേങ്ങണ്ട. അപ്പൊ ശരണ്യ കോട്ടയം രീതിക്ക് കപ്പ വേവിക്കാൻ കോട്ടയം രീതിക്ക്. അപ്പൊ ശരണ്യ ഇന്നൊരു കോട്ടയം കഥയാണ് പറയാൻ പോണ അല്ലേ? കപ്പക്കഥ. ചിക്കനും മുളക് പൊട്ടിച്ചത്. എണ്ണ കൊണ്ട് മുളക് പൊട്ടിച്ച് തിന്നാൻ നല്ല രുചിയല്ലേ? അതെ അതെ. ശരണ്യയുടെ അച്ചാച്ചന് ഭയങ്കര ഇഷ്ടമാണ് കപ്പ അല്ലേ? അച്ചാച്ചനല്ല, അമ്മയ്ക്ക്. ആണോ? കപ്പ അതാണ് അച്ചാച്ചൻ എപ്പോഴും കപ്പ മേടിച്ചത്. കപ്പ പൊടിച്ചിട്ടേ ഇപ്പൊ ഷുഗറായി. ഒരാള് പൊളിക്കാണ്, ഒരാളുടെ ഏതാണ്ട് പറഞ്ഞു വിട്ട്. എന്നാ പിച്ചാത്തി നോക്കാൻ പോയാണ്. എന്താ അമ്മയും മകളും കൂടി കപ്പ പൊളിച്ചോണ്ടിരിക്കുകയാണ്. ആർക്കാണ് ഏറ്റവും നന്നായിട്ട് കപ്പ പൊളിക്കാൻ അറിയാവുന്നൊന്നും? അത് ശരണ്യൊക്കെ തന്നെയാണ്. കപ്പ കൊത്താൻ പോയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കൊത്തി ഇടിയാണല്ലേ? എന്നിട്ട് വേവിക്കുമല്ലേ?
കൂട്ടുകാരെ ഇന്ന് ശരണ്യ വീഡിയോയൊന്നും ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചതാണ്. കാരണം വേറൊന്നുമല്ല, ഇന്ന് ശരണ്യക്ക് ഇന്നലെ രാത്രി ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ മൈഗ്രെയിൻ ഉള്ളതാണ്. അങ്ങനെ തലവേദന വന്നൊന്ന് ഛർദ്ദിച്ച് രാത്രി 11 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ചുമ വന്നു. ആശുപത്രിയിൽ പോയി. ബാക്കി ഞാൻ പറയാം. എന്നാ പറഞ്ഞുകൂടെ, എനിക്ക് ചുമ വന്നു. ആശുപത്രിയിൽ പോയി രാത്രി 1 മണിയായപ്പോഴാ വന്നത്. ട്രിപ്പൊക്കെ കയറ്റിയിട്ട് തലവേദനയൊക്കെ കുറഞ്ഞ് ഇപ്പം ശരണ്യ ഹാപ്പിയായി. സത്യം പറഞ്ഞാൽ ശരണ്യ ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞപ്പോഴാണ് നല്ല രീതിയിൽ അല്ലേ ഒന്ന് ഹാപ്പിയായി കണ്ടത്. ആ പഴയ ആ ശരണ്യായി മാറിയത് ഇപ്പോഴാണ്. അതെ, ഇന്നലെ വൈകിട്ട് തൊട്ട് ഇവിടെ ഈ വീട് തന്നെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. രാവിലെ ആണെങ്കിലും ഒന്നും മുണ്ടിയാൻ പറയുന്നില്ല. അതെ, തലവേദന വന്നാൽ പിന്നെ വെട്ടം കാണാൻ മേല, ശബ്ദം കേൾക്കാൻ മേല. ശരണ്യം അടച്ചങ്ങോട്ട് മുറിയിലൊരു കിടപ്പാണ്. കാരണം മൈഗ്രെയിൻ്റെ ഇതായതുകൊണ്ടാണ് അല്ലേ ശരണ്യ? പിന്നെ ഞങ്ങളൊരു ചെറുതായിട്ട് വേദന വരുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ച് ആദ്യമേ ചോദിച്ചതാണ്, അപ്പോൾ വന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തലവേദനക്ക് ഒന്ന് ഛർദ്ദിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ ചോദിക്കാനൊന്നുമില്ല, നേരെ വണ്ടിയിലാട്ട് കയറ്റി കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പിന്നെ അറിയാമല്ല ശരണ്യനെ എപ്പോഴും നോക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരൊക്കെ ആയതുകൊണ്ട് അവർ ഇപ്പം തന്നെ അതെ ഒരു കാണുമ്പോൾ തന്നെ ഓടി വരും. ശരണ്യനെ കാണുമ്പോൾ തന്നെ അതെ എല്ലാവരും ഓടി വരും. എന്ത് പറ്റി ശരണ്യ, എന്ത് പറ്റി? അതെ, അങ്ങനെ അവർക്കറിയാം ശരണ്യക്ക് ഇടക്ക് വല്ലപ്പോഴും ഇങ്ങനെ തലവേദന വരാറുള്ള കാര്യമാണ്. അതെ, ഇപ്പം നിങ്ങളെല്ലാവരും ഓർക്കും അച്ഛൻ എന്തേന്ന്. അച്ഛൻ ഇവിടെ ഉണ്ട് കേട്ടോ. അച്ഛൻ കിടന്നുറങ്ങിയാണ്. ഞായറാഴ്ച ദിവസമല്ലേ അപ്പം തന്നെയല്ല, ഇന്നലെ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് ഉറക്കം നിന്നായിരുന്നു. 1 മണി കഴിഞ്ഞു. 11 മണിയായപ്പോൾ പോയിട്ട് 1 മണി കഴിഞ്ഞാണ് ഞങ്ങൾ 1 മണിയൊക്കെ ആയി വന്നപ്പോൾ. വന്ന് കിടന്നപ്പോൾ 1 മണി 1:30 അല്ലേ? അപ്പം അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. ഇന്ന് വീഡിയോ ചെയ്യുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എന്നാലും ശരണ്യ ഹാപ്പി ആയപ്പോൾ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു. ശരി ശരണ്യ, എന്തായി തീർന്നല്ലേ? എന്താ കൂട്ടുകാരെ, അതെ നല്ല അടിപൊളിയായിട്ടൊക്കെ കപ്പയൊക്കെ കൊത്തിയിട്ടുണ്ട് അല്ലേ? അമ്മ എന്നാ വെള്ളം എടുക്കണം. അമ്മ അതെ കഴുകാനായിട്ട് വെള്ളമൊക്കെ അതെ അതിൽ കഴുകി കഴിഞ്ഞ് ഈ വെള്ളത്തിൽ കൂടി കഴുകുക. അതെ 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 അപ്പോൾ ഏതായാലും നന്നായിട്ട് കഴുകി വെച്ചും നമുക്ക് ബാക്കി വരും. തന്നെയാ ആ കപ്പ ഒരെണ്ണം കഴിച്ചു നോക്കിയതാണോ ശരണ്യ? കയ്പുണ്ടോ? ഈശ്വര, കപ്പ പച്ചക്കധികം കഴിക്കരുതെന്നാ പറയുന്നത്. അത് കൊള്ളത്തില്ല. നമ്മുടെ അച്ഛൻ അവിടെ എണീറ്റിട്ടുണ്ട്. അച്ഛൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ? ഒന്ന് അച്ഛനെ വിളിച്ച കപ്പയൊക്കെ വന്ന് പറയും. അവിടെ എന്തോ മുടിയെല്ലാം ഉറക്കാൻ കഴിഞ്ഞ് വരുമ്പോ അച്ഛനൊന്ന് കണ്ണാടിയെ നോക്കണം. കണ്ണാടിയെ നോക്കണം. ഒന്ന് മുടിയെല്ലാം ചീവി ഇല്ലെങ്കിൽ ഒന്ന് ചീവും. ഞാൻ പറഞ്ഞതൊന്നും പറയല്ലേ, കുറ്റപ്പെടുത്തിയതല്ല കേട്ടോ. അതിനിത് വീഡിയോയാണ്, അച്ഛൻ കാണും. അയ്യോ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോ തന്നെ അച്ഛൻ കാണും. തള്ളി വിടത്തുള്ളൂ. ഞങ്ങൾ കൂട്ടുകാരായ ഒരു രീതിയാണ്. നിങ്ങളോട് അച്ഛനെ കുറിച്ച് ഞാൻ കുറ്റം പറയാൻ വന്നല്ല കേട്ടോ. നേരാണ്, അച്ഛനോട് ബഹുമാനം ഇല്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടാ. ഇവര് തമ്മിൽ കൂട്ടുകാരെ പോലെ തന്നെ, കൂട്ടുകാരെങ്ങനെ തമാശ ഒക്കെ പറയാണ്. അച്ഛനെ പറ്റി ശരണ്യ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അച്ഛൻ അറിഞ്ഞ
ഉറങ്ങി ഉറങ്ങാനും സമ്മതിക്കാതെ. ഉറക്കം കഴിഞ്ഞ് അമ്മ അവിടെ നിന്നിട്ട് പിന്നെ ഞാൻ കേട്ടു. അമ്മ ആ അതല്ല അച്ഛ അറിയാല്ലേ അച്ഛ വേറൊരു കാര്യം അറിയണം. എന്താണ്? ഈ ശരണ്യ എന്നോട് പറയുകയാണ് അച്ഛൻ മുടി ചീവി ഒരുങ്ങി സെറ്റപ്പായിയാണ്, മുടി അധികം ഇല്ലെങ്കിലും ചീവിക്കൊണ്ടിരിക്കുകയാണെന്ന്. ശരണ്യ എന്നെ വിളിച്ചു ശരണ്യ പാല വെക്കണം. അതല്ലേ ചുമ്മാ തമാശ പറഞ്ഞു. അച്ഛൻ എപ്പോഴും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നാലും അച്ഛൻ മുടിയൊക്കെ ചീവി പിന്നെ അല്ല ശരണ്യ പറഞ്ഞ അത് തെറ്റതില്ല. ഒരാള് കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞ് പറഞ്ഞപ്പോ മുടിയൊക്കെ അറിയാം. അപ്പൊ അത് ഒരുത്തൻ ഒരാൾ വിളിക്കുമ്പോ നമ്മളൊരു മാന്യത കാണിക്കണം. എവിടെ നമ്മുടെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും അത് മാത്രം ചെയ്യുള്ളൂ. അത് ശരണ്യ പറഞ്ഞത് തെറ്റായിട്ട് ഞാൻ കണക്കൂട്ടില്ല. എന്റെ ദൈവമേ, ശരണ്യന് സപ്പോർട്ട് ഞാൻ പറഞ്ഞു. ഞാൻ ഇന്നും അപ്പൊ ഞാൻ ഓർത്ത അച്ഛൻ വല്ലതൊക്കെ പറയുമെന്ന്. എന്തോ പറഞ്ഞു അച്ഛ. എന്താണ് എന്നെ വിളിച്ചത്? ഈ കപ്പ കപ്പ മേടിക്കുന്നതാ. എനിക്ക് കപ്പ കിട്ടിയതാണ്. വഴി കിടന്ന് കിട്ടിയ വഴി കിടന്നല്ല, ചോദിച്ചപ്പോ കപ്പ കിട്ടിയതാണ്. കവറിലൊന്നും അല്ല. ഞാൻ വണ്ടിയെ എടുത്തിട്ടുണ്ട് പോകുന്നതാ. അപ്പൊ ശരിയായിട്ട് ഞാൻ പറഞ്ഞു മേടിച്ചതാണെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, ഞാൻ ശരണ്യോട് പറയാൻ മറന്നു. ശരണ്യത് എനിക്ക് ചേട്ടൻ തന്നതാ. ആ ചേട്ടൻ വണ്ടിയെ ഓടാൻ പോയപ്പോൾ കപ്പ കിട്ടിയപ്പോൾ അത് മേടിച്ചപ്പോൾ എന്നെ വഴി വെച്ച് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലായിട്ട് തന്ന് കുറച്ച് കപ്പ. അത് ഞാൻ പുറകെ വീഡിയോയിൽ പറയാല്ലാന്നോർത്ത് ശരണ്യ എടുത്തോണ്ട് വരുമ്പോൾ ഞാൻ പറയാഞ്ഞിട്ടാ. അപ്പം അങ്ങനെ ചേട്ടൻ വണ്ടിയെ പോയപ്പോൾ കപ്പ പറിക്കണടുത്തുനിന്ന് പറിച്ചതാണ്. അതാണ് ഞാൻ ശരണ്യ ചോദിച്ചില്ലേ കിറ്റില്ല ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു കിറ്റൊന്നും നല്ല കപ്പ തിന്നു കഴിയുമ്പോ പറയാൻ കേട്ടോ. നമ്മള് കപ്പയുടെ ഇനം പറയാൻ പറ്റില്ല. കാഴ്ചക്ക് നല്ലതാണ്. അതെ അതെ. വേവിച്ച് കഴിച്ചു കഴിയുമ്പോ ടേസ്റ്റ് ഉണ്ടാ. അതുപോലെ ഒരാൾ കമന്റ് ഇട്ടായിരുന്നു, ഈ കൊട്ടയൊക്കെ ഇവിടെ ഇരിക്കണപ്പോളേ ഇതങ്ങനെ എല്ലായിടത്തും ഇല്ലല്ലോ, എല്ലാ വീടുകളിലും. അമ്മക്ക് ഷുഗർ അപ്പൊ ഇച്ചിരി കൂടിപ്പോ അപ്പൊ അമ്മക്ക് കഞ്ഞി ഊട്ടുമ്പോ കൈ വിറച്ചപ്പോ ഞങ്ങള് പറഞ്ഞു അല്ല അത് മുമ്പേ വലിയ കൊട്ട ഉണ്ടായിരുന്നു. ഈ ചെറിയ കൊട്ട അന്നാരാണ് മേടിച്ചത് അല്ലേ? മേടിച്ചതെ. അപ്പൊ ഈ കൊട്ടയുടേത് കമന്റ് വന്നായിരുന്നു, അതുകൊണ്ടാണ് പറഞ്ഞത്. അതെ അതെ അതെ, ബിരിയാണി റൈസൊക്കെ വരണത് ഇതിലാണ്. പിന്നെ ചേട്ടനെ വിളിച്ച് കപ്പ കണ്ട്. അപ്പൊ ഇപ്പൊ എന്താ ഇനി പരിപാടി? ചായ ഒന്നും ആയില്ലേ? അച്ഛൻ ഉറക്കത്തില്ല മൂഡിലാണ് ശരണ്യ. കപ്പ വേവിച്ചിട്ട് ചായ. എന്നെ വിളിച്ചപ്പോ ഞാൻ ചായ അതിങ്ങനെ കട്ടനും ചായ ശരണ്യ കപ്പയും മുളകിടിച്ചതും നമ്മുടെ ചിക്കൻ കറിയും ആയിട്ട് തരാന്നാ പറഞ്ഞിരിക്കണം. ചിക്കൻ കറി ഉണ്ടല്ലോ, അതെ അതെ, തരാൻ വേണ്ടിയുള്ള പൈക്കിലാണ് ശരണ്യ നോക്കണത് ഇല്ലേ? നമ്മള് ചാവിടിക്കുന്ന ടൈമാണ്. അത് വേറെ വേറെ ഞാനവിടെ കിടന്ന് എന്നെ അമ്മയും മകളും കൂടി വിളിച്ചെണീപ്പിച്ചും പറയുന്നത്. പിന്നെ ശരണ്യെ വേറൊരു കാര്യമുണ്ട്, ഈ കപ്പ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ ശരണ്യ. എനിക്ക് കഴിക്കാൻ പറ്റിയാലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. എനിക്ക് തൈറോയ്ഡ് ഉള്ളത് കൊണ്ട് കഴിഞ്ഞ ദിവസം BP കൂടിയപ്പോ ചെക്ക് ചെയ്തപ്പോ അതെന്താണെന്ന് നോക്കിയപ്പോ തൈറോയ്ഡ് ആണെന്ന് പറഞ്ഞില്ല. അപ്പൊ തൈറോയ്ഡ് ഉള്ളവര് കപ്പ കഴിക്കരുതെന്നിങ്ങനെ ഡോക്ടർ തന്നെ പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ എന്നാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമാണ് കേട്ടാ കപ്പ. എവിടെയെങ്കിലും കല്യാണം വീട്ടിൽ പോയാലും
ഞാൻ കപ്പയെ മേടിച്ച് കഴിക്കുള്ളൂ. ചോറിന്റെ കഴിക്കത്തില്ല, അപ്പം മേടിക്കത്തില്ല. കപ്പ കണ്ട ഇച്ചിരി കപ്പ മേടിച്ച് ഇച്ചിരി മീൻ കറിച്ച് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് കപ്പ. ശരിയാ. അല്ല കപ്പ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പൊ പണ്ടത്തെ കൂട്ടല്ല. സണ്ണി ഇപ്പൊ എന്നാണ് എടുത്ത് പറഞ്ഞില്ലല്ലോ. ഉപ്പിട്ടാണ്. ഉപ്പിട്ട്. ശരി ശരി. ഉപ്പിട്ട് വെച്ചു. ഉപ്പിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പൊ നമ്മുടെ കപ്പയിൽ അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് വെക്കാൻ പോകുന്ന ഞാനല്ല, നമ്മുടെ അച്ഛനാ. അച്ഛനാണ്. എന്നെ വിളിച്ചെടുപ്പിച്ച് ഞാൻ കപ്പ പുഴുങ്ങി പുഴുങ്ങിയതാണല്ല, ആ മറ്റേ നമ്മുടെ ആ ഗ്യാസിലേക്ക് എത്തത്തില്ല. അതെ അതെ അത് ഇങ്ങനെ വെയിറ്റുള്ളത് പൊക്കി വെക്കാൻ പാടാ. അതെ എല്ലാരും അമ്മ എന്താന്ന് ചോദിച്ചാൽ അമ്മ പാക്കിങ്ങിലാണ് കേട്ടോ. അതെ നാളെ തിങ്കളാഴ്ച റൂട്ടുള്ളതാ. ഞാൻ ചെല്ലട്ടെ കാര്യം എന്നാ വെയ് 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 നേരെ. അച്ഛനാണ് പാചകം. കൃത്യമായിട്ട് കടക്കാം. ഫിഷിലൊക്കെ എങ്ങനെ സൂപ്പറായിട്ട് ഉറപ്പ്. നമുക്കൊരു ചെറിയ കുക്കർ, നമുക്ക് ചെറിയ കുക്കറിൽ മേടിക്കണം. അതെ അതെ അതെ. ഒരു കുക്കറുണ്ട്, പക്ഷെ ആ കുക്കർ വെക്കാൻ എനിക്ക് പേടിയാണ്. ഇവിടെ 2 കുക്കറുണ്ട്. പക്ഷെ കുക്കറുണ്ടല്ലോ. അല്ല വലിയ കുക്കറാണ്, പിന്നെ ഇതിന്റെ വലുതാ. ഇപ്പൊ കപ്പ വേല വരെ നമുക്ക് വെയിറ്റിംഗ് അല്ല, കപ്പയുടെ വേറെ പരിപാടിക്ക് തേങ്ങായും എല്ലാം എടുക്കുന്നത് ചെയ്യാം. ഓക്കെ ശരി. ശരണ്യ എന്തോ അതാണല്ലേ തേങ്ങയുടെ കാര്യങ്ങൾ കാണിച്ചു തരാം. കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ പച്ചമുളക്, കറിവേപ്പില അല്ലേ. അതൊക്കെ കൈകൊണ്ട് ഒടിക്കുമ്പോ തീർച്ച കണ്ണി വീഴരുത് കേട്ടോ. ഈ പച്ചമുളകൊക്കെ ഇങ്ങനെ ഒടിച്ചൊക്കെ ഇടുന്നതൊക്കെ കണ്ട് കണ്ണി വീഴരുത്. ഉള്ളി, ചുമന്നുള്ളി, പിന്നെ നമ്മുടെ കരിയാപ്പ്, പിന്നെ എന്നാണ് നമ്മുടെ സ്വന്തം കേരളത്തിന്റെ തേങ്ങായ. ഇപ്പൊ കേരളത്തിൽ നല്ല തേങ്ങ വന്ന നേരത്തെ കാര്യം പറഞ്ഞേ. നിങ്ങളോർക്ക് ഈ കുക്കർ ഇവിടെ എങ്ങനെയാണ് ഇവിടെ വന്നേന്ന് അമ്മ എടുത്ത് വെച്ച് ഞാൻ പറഞ്ഞിട്ട്. ഞാനും അത് ശ്രദ്ധിച്ചില്ലല്ലോ. നേരാണല്ലോ അപ്പുറത്തെ അടപ്പല്ലിരുന്നതായിരുന്നല്ലേ. കുക്കർ അതാ ഞാൻ വെന്ത് കഴിഞ്ഞപ്പോ ഇങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പൊ ഞാൻ തേങ്ങ ഒന്ന് ചതച്ചോണ്ട് അരക്കുമല്ല ചതച്ചോണ്ട്. ശരി. കുട്ടിയാണെത്തി ഇങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ആവി പോയിട്ടുണ്ട്. വെന്ത് കഴിഞ്ഞിരിക്കുന്ന അപ്പൊ സൂപ്പർ കപ്പ. അപ്പൊ ഒരു പാത്രത്തോട് ഞാൻ ആക്കാം. ഇതിന്ന് മാറ്റണം. അടിപൊളി കപ്പയാണ് കേട്ടാ. എത്തുവാ നമുക്കെടുക്കാം. കുക്കിനകത്ത് കയറുമോന്നറിയാമല്ല. അത് നമുക്കേ ഒരു കാര്യം ചെയ്യാം. ഊറ്റാനാണ് അതില്. അപ്പൊ നമുക്ക് ഒരു പണി ചെയ്യാം. ഞാൻ ഊറ്റാം. ഞാൻ വീഡിയോ എടുക്കാം. കുട്ടികളെ കാണിക്കണ്ടായോ? മേടിച്ച് ചെയ്യുന്നുണ്ട്. ഇതിലാകുമ്പോ വെള്ളം പൊക്കോളൂ. നമ്മുടെ കൊട്ടയിലാട്ട് കമത്തിയാ മതിയായിരുന്നേ. അതല്ല ഞാൻ നല്ലത്. അത് നല്ലതായിരുന്നു. പക്ഷെ ഇനിയിപ്പോ വേണ്ട. ശരണി ഇതെടുത്ത സ്ഥിതിക്ക് അപ്പൊ അത് എല്ലാം കൂടെ എടുത്താണ് തിരട്ടാന്നിട്ട് കാണിച്ചു തരാം കൂട്ടുകാർക്ക്. കണ്ടോ ഒരാള് കപ്പ ഇടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളുടെ വീട്ടിലെങ്ങനെയാവാ ഒരു തടിയുണ്ട്. ആ തടി ഇങ്ങനെ വെച്ച് നമ്മളെ കപ്പ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞാ മതി. കാലിങ്ങനെ കൂട്ടി പിടിച്ച് ഇങ്ങനെ 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 കുഴക്കും. ഇടിച്ചു കൂട്ടും. കോട്ടയംകാർക്ക് മാത്രം അറിയാവുന്ന കാര്യം. അപ്പൊ നമ്മൾ തേങ്ങ ഇടാം. ശരണി പുറത്ത് നല്ല മഴയാണ് കേട്ടോ. ഇപ്പൊ കപ്പയും ഒന്ന് ആലോചിച്ച്
വേശക മഴയാണ് ഇപ്പൊ നടക്കണത്. ശരണ്യ എന്താ ശരണ്യക്ക് ഇളക്കാൻ ഭയങ്കര പാട്. അതെന്നാ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഉപ്പുണ്ടോ നോക്കിയതാ. ആ എന്റെ പൊന്നു കൂട്ടുകാരെ കുഴക്കാൻ വേണ്ടി പാടാ. ആ കൈക്ക് വേദനയാകും അല്ലേ? കൈക്ക് വേദന. എന്നാ ഞാൻ കുഴക്കാം. കുഴച്ചു കൂട്ടണം ശരിക്കും. ആ ശരി. കുഴച്ചു കൂട്ടുന്നുണ്ട്. നല്ലായിട്ട് കൂട്ടണേ. ശരണ്യ യഥാർത്ഥത്തിൽ ഈ നീളമുള്ള തവി കൊണ്ടല്ല ഇത് കുഴക്കണ്ടത്. പിന്നെ ഈ നീളം കുറഞ്ഞ പിന്നെ ഇത് മതിയോ? തവിയില്ലേ? ആ അതെ, അത്തരം തവിയാണ് വേണ്ട. നല്ല സൂപ്പർ കപ്പ കേട്ടോ. നല്ല കപ്പയുടെ വെന്തോടയുന്ന കപ്പയ. എനിക്ക് കപ്പ കണ്ടിട്ട് കൊതി തന്നെയുണ്ട്. പക്ഷെ എനിക്ക് കഴിക്കാൻ പറ്റിയല്ലെന്ന് ഓർത്തിട്ട് സങ്കടവും വന്നു. അത് നമുക്ക് ഇച്ചിരി കഴിക്കാവുന്നേ. വേണ്ട, ഏതായാലും 30 ദിവസത്തെ മരുന്ന് കഴിച്ചേച്ചും ടെസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞു. പിന്നെ എങ്ങനെ അറിയണ്ടായോ? എങ്ങനെ അറിയണ്ടായോ? അച്ഛനും അമ്മയൊക്കെ ടെസ്റ്റ് ചെയ്തോളൂ. ഞാനായിട്ട് ഇളക്കുന്ന ആയി കപ്പലോടുന്നു. ഇപ്പൊ ശരണ്യയുടെ വായിലാണ് കപ്പലോടിയെന്ന് തോന്നുന്നു. ആ ഓടിയന്റെ ഒച്ച കേട്ട് ഇവിടെ. കളിയാക്കല്ലേ? ശരിയല്ലേ ശരണ്യ? ശരിയാണ്. എന്നാലും ഇങ്ങനെ അങ്ങോട്ടൊക്കെ എടുത്ത് ഒരു പ്ലേറ്റിലായിട്ട് ഇങ്ങനെ അങ്ങോട്ടൊക്കെ വെക്കണം അല്ലേ? അത് നമുക്ക് തിന്നാൻ നേരത്ത് കാണിക്കാം. അതെ 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 അതെ. അപ്പൊ അതെ, കപ്പ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ശരണ്യര ഞാൻ ചൂടാക്കട്ടെ. ആ അമ്മയും വന്ന് കപ്പയുടെ സ്മെല്ലൊക്കെ അടിച്ചപ്പോ അമ്മയെ ആൾക്കാർ വരാൻ തുടങ്ങി. അപ്പൊ അതെ ഒന്നുകൂടി ചൂടാക്കിയാണ് ശരണ്യ. കപ്പ ഇളക്കണ കണ്ടപ്പോ അമ്മക്കും ഒരു ആഗ്രഹം. ഞാനും സമ്മതിക്കല്ലേ, എനിക്കും കൂടി ഒന്ന് ഇളക്കണം. അങ്ങനെ അപ്പൊ റെഡിയായില്ലേ? ശരണ്യ ഇപ്പൊ എന്നെ എടുക്കാൻ പോണു ഇനി അടുത്ത്? ആ ഞാനത് മറന്നുപോയായിരുന്നു. ഞാനടുത്ത് ചിക്കൻ കറി ഉണ്ടല്ലാന്ന്. ശരണ്യ ഓർത്തിരിക്കുക. ശരണ്യ ചട്ടി വെച്ചു എവിടെ പോയി? ആ അതെ. എന്ത് ഉള്ളി? ആഹാ, ഉള്ളി കഴുകി നല്ല റെഡിയാക്കി വെച്ചിരിക്കുകയെന്നല്ലേ? ഇനി എന്താ പരിപാടി ഇതിലായിട്ട്? ഇങ്ങനെയൊക്കെ ചെയ്യുക? ഞാൻ ആദ്യമായിട്ട് കാണിക്കണം. ഉള്ളി അതേപടി ഇട്ടൊക്കെ ഇളക്കണം. ഓഹോ, എന്നാ ശരി ശരി ശരി. സാധാരണ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. അമ്മ എന്നാ അടിക്കണമ്മ? ആ ശരണ്യക്ക് സഹായത്തിന്. ആ എന്നാണ് പാചകക്കാരത്തേക്ക് അസിസ്റ്റന്റ്. ഓ എൻ്റെ ദൈവമേ, ആ മുളക് പാത്രം തുറക്കണം. മുളകല്ലല്ലോ അതെന്നാ? പുളി. ആ എന്ത് പുളിയെങ്കിലും ആകട്ടെ. ആ ഓരോ നാട്ടിലും പുളിക്ക് ഭയങ്കര പേര് മാറ്റങ്ങളൊക്കെ. ആ സ്വന്തം ഉണക്കമുളകല്ല, കടയിൽ നിന്ന് മേടിച്ച ഉണക്കമുളക്. ഇതാണ് ഉള്ളിയും മുളകും കൂടി ഇടിച്ചതല്ലേ? അങ്ങനെ മുളക് മൂപ്പിച്ചണ്ടിരിക്കുകയാണ്. കൂട്ടുകാരെ, കപ്പയും മുളകിടിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ് അല്ലേ? കപ്പയും മുളകിടിച്ചത് അടിപൊളിയാണ്. ശരണ്യ മുളക് വെച്ചേച്ചും കപ്പ മൂടാൻ പോയ. എന്തായി? മൂത്ത എന്തായി? റെഡിയായ? ഞാൻ പാത്രത്തോട്ട് ആക്കാൻ പോവാം. നിങ്ങളോടൊപ്പം ശരണ്യായിട്ട് കടിച്ചു തിന്നാൻ പോവാന്നാണ്. കടിച്ചു തിന്നാനാ മുളക? അതെല്ലാവർക്കും അറിയാവേ. അത് പൊടിക്കാൻ പോണെന്ന്. ഞാൻ പൊളിച്ച് ശരണ്യ പറയും മുമ്പ് ഞാൻ ഓരോരുത്തരുടെ കൈ കൊടുക്കാൻ വേണ്ടിയാ. മറ്റേ ഒരു സിനിമയുടെ ആ അതെ അതെ അതെ.
നമ്മുടെ ഉള്ളിയൊക്കെ അങ്ങോട്ട് മൊരിഞ്ഞല്ലേ അതിന്. മുരിങ്ങ ആ. വായി കൂടെ കൊതി വേണം എനിക്ക് തോന്നുന്നു. അല്ല എൻ്റെ ആ ഞാനിന്ന് അങ്ങനെ അധികം കൊതി വരുത്തുന്നില്ല. എന്താ ഓ എനിക്ക് കൊതി വന്നിട്ടും കാര്യമില്ല. ഇനി എന്താ തണുക്കണം. എന്നാ തണുക്കട്ടെ. ശരണ്യ എന്തോ പൊടിക്കാൻ പോവുകയാണല്ലേ? പൊടിക്കാൻ പോവാ. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്മത് പൊടിച്ചത് എടുക്കാൻ വേണ്ടി പാത്രം വരെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അല്ലേ? മുളക് ഇച്ചിരി കൂടുതലാന്ന് തോന്നുന്നു. ആണോ? ആവശ്യത്തിന് എടുത്താൽ മതി, ബാക്കി ഭാഗത്ത് വെച്ചേരി. ഇല്ല, മൊത്തത്തിൽ ഇടിച്ചിട്ട് ഭാഗത്ത് വെച്ചാൽ ആ അത് തന്നെ മൊത്തത്തിൽ അരക്കാം, എന്നിട്ട് ഭാഗത്ത് അരയ്ക്കാൻ പറ്റത്തില്ല. അതിൽ കുറച്ചേ കയറുള്ളൂ. ആ ശരി ശരി. അത് അരഞ്ഞ് വരുമ്പോൾ ഇട്ട് കൊടുക്കണം. അരഞ്ഞ് വരുമ്പോ ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാനൊന്ന് പൊടിച്ചെടുക്കട്ടെ. എന്നാ പൊടിക്ക്. പൊടിക്കട്ടെ. ശരി ശരി. അതന്നെ എന്തോ പൊടിച്ചത് കാണിച്ചില്ലല്ലോ. ഞാനാ പറഞ്ഞ മാറ്റി വെക്കാം. അത് മിച്ചാൻ വന്നിട്ടേ. ശരണ്യ പൊടിക്കണ കണ്ടിട്ട് ഞാനങ്ങോട്ട് പോയിട്ടാണ് സൗണ്ട് ആയതുകൊണ്ട് അങ്ങനെ പൊടിച്ച് വെച്ചിരിക്കുകയാണല്ലേ? പച്ചമുളക് ചാടിക്കായി വരും. എന്തോ പൊടിയാത്തതും ഉണ്ടല്ലേ? എന്നാ മാറ്റിയേ. ഇനി ഒന്നുകൂടി ഇട്ട് പൊടിക്കണമല്ലേ ബാക്കിയുള്ളത്? അത് പിന്നെ അമ്മ സമയം കിട്ടുമ്പോ അമ്മ പൊടിച്ചെടുത്തു. ഇനിയിപ്പോൾ കപ്പക്കുള്ള പരിപാടി നോക്കിയ ഒരാൾ എത്തി നോക്കാൻ വന്ന കണ്ട. അതെ, മുളകിന്റെ മണം അവിടെ ചെന്നു. പുറകെ വേറൊരാൾ കൂടി ഉണ്ട്. കണ്ട അച്ഛനും വന്ന് നോക്ക്. ഇത് എരിവായിരിക്കുന്നുണ്ട്. കണ്ട നമ്മളെ മുളക് ചാലിച്ചത് കാണിച്ചു കൊടുത്തേ. അടിപൊളി മുളക് ചാലിച്ചതാണ് അല്ലേ? കണ്ട അതെ അച്ഛൻ മേടിച്ചു. അച്ഛൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി ഇളക്കണേ. കൂട്ടുകാരെ നല്ല വെട്ടത്തിൽ തന്നെ കാണിച്ചു തരാം മുളക് ഇടിച്ചത്. കണ്ട നല്ല അടിപൊളിയായിട്ട് ശരണ്യ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെ അതെ അതെ. ഞാൻ വാഴയുടെ അമ്മയെ കൊണ്ട് വെട്ടിച്ച് ഞാൻ കപ്പ എടുക്കുന്നത് കാണിച്ചു തരാം. വാഴയിലാണ് വെക്കണം. ഈ അമ്മ ഇതെന്നാ നോക്കണത്? എപ്പോ നോക്കിയാലും അമ്മ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. കപ്പ വെക്കുകയാണ്. എന്നാ അച്ഛാ ആ പാത്രം ഒന്ന് ഇങ്ങോട്ട്, അതല്ലെന്നേ ആ കപ്പയുടെ പാത്രം ഇങ്ങോട്ടൊന്ന് മാറ്റി കൊടുത്താൽ ശരണ്യൊക്കെ ഏറ്റവും എളുപ്പമല്ലേ? നമ്മള് 3 പേരെ തിന്നുള്ളൂ. അപ്പൊ ഇത്രയും മതി. അച്ഛന് കുറഞ്ഞു പോകുന്ന പേടിച്ച്. അതെ അതെ അതെ. ഞങ്ങൾ ചിക്കൻ കറി ചിക്കൻ കറി എടുക്കുന്ന കാണിച്ചേ. ശരണ്യക്ക് എന്ത് സന്തോഷല്ലേ? ഇതെല്ലാം ഞാൻ എന്റെ കയ്യിലോട്ടാണ്. നമ്മുടെ ചിക്കൻ കണ്ട അടിപൊളി ചിക്കനാണ് അല്ലേ? ചിക്കൻ കറി സൂപ്പർ. ചിക്കൻ കൂടുതൽ നമ്മളാരും തിന്നത്തില്ല ചിക്കൻ. ഗ്രേവി കൂടി വെച്ചോ. കഷ്ണാണ് കൂടുതലെന്നാണ് പറഞ്ഞത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ അരപ്പാണ്. മുളക് കൂടി വെക്കുക. മുളക് ഇപ്പുറത്തെ സൈഡിൽ വയ്യ. അപ്പൊ ശരണ്യയുടെ മുളക് ചൂടെ വെച്ചേരാ. അച്ഛനൊക്കെ മുളക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതേ കണ്ട കൂട്ടുകാരെ നല്ലതേ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് അടുക്കളയിൽ ഇരുന്ന് തന്നെയാണോ ഭക്ഷണം കഴിക്കണം നിങ്ങൾ? ശരി ശരി. കൂട്ടുകാരെ ഞങ്ങൾ കഴിക്കാൻ പോവാ. ഞങ്ങൾ 3 പേരും കൂടി കഴിക്കാൻ പോവാ. അപ്പൊ കഴിക്കുന്ന കാണിച്ചേട്ടെ. അതെ അതെ കഴിച്ച് കാണിച്ചു കൊടുത്തു. അതെ ഞാൻ ഇച്ചിരി കട്ടൻ കാപ്പി കുടിച്ചോട്ടെ. ചൂട് ചൂട് കൂടി പോയത്. മുളക് പിന്നെ നമ്മൾ ചിക്കൻ്റെ ഒരു കഷ്ണം എല്ലാം കൂടെ വെച്ചൊന്ന്
അപ്പം ഞാൻ ശരണ എല്ലാരും ഒരുപോലെ എടുത്തോണ്ടിരിക്കും. എടുക്കട്ടെ. അമ്മ പിടിച്ചാ മുളക് മാത്രം. ഞാൻ മുളകല്ല, എനിക്ക് ഇച്ചിരി ഇതും വേണം. അപ്പം ഇതിൻ്റെ അരപ്പ് വേണ്ട. അതെ ദേ. ഇച്ചിരി മുളക് എനിക്ക് അപ്പൊ ആ 3 പേരും ഒരുപോലെ കഴിക്കാൻ പോയി. അതെ ഞങ്ങൾ കഴിക്കാൻ പോകും. ആ കൊതി വേണണ്ടാ? കപ്പ വേണ്ടിയത് ഞങ്ങളെ വിട്ടിട്ട് പോര്. ഒരു കപ്പ ഇതുപോലെ ശരിയാക്കി തരാം. കപ്പയും മുളക് ചാരച്ചും എന്നെ കൊതിപ്പിക്കാതെ നിങ്ങൾ അത് വായി വെക്കണുണ്ടാ? ഷിജിമോനെ ഇത് കണ്ടല്ല അതല്ല കണ്ടല്ല. നിങ്ങള് വേഗം വായി വെക്കണുണ്ടാ? ഹായ്. അപ്പൊ ഞങ്ങളെ വായി വെക്കാൻ പോവാ. മനുഷ്യനെ കൊതിപ്പിക്കണേനൊക്കെ ഒരു അതിരുണ്ട് കേട്ടാ. അയ്യോ ഇത് ഞാൻ തന്നെ ഇരുന്നോളാം. സൂപ്പർ സാധനം. അച്ഛാ 1 മാസം കഴിഞ്ഞ് ഞാനും കഴിക്കാൻ തുടങ്ങും കേട്ടാ. അന്നേരം കപ്പ മേടിക്കത്തില്ല. ഈ മുളകാണ് തകർത്ത കണ്ട ഇതാണ് കേട്ടാ. മുളക് കുഴപ്പം. മുളക് സൂപ്പർ. മുളകൊക്കെ പേശക മുളകാണ്. അതുപോലെ ചിക്കൻ കറിയൊക്കെ സൂപ്പറാണ് അല്ലേ, അടിപൊളിയാണ്. അപ്പൊ ഇതുപോലെ നിങ്ങളും ശരണ്യല്ല വേറെ പേരുണ്ട്. ശരണ്യ ഇന്നലെ ആശുപത്രിയുമായിട്ട് ഇന്ന് ഇച്ചിരി വയ്യാതെയൊക്കെ നിന്ന് ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ടെങ്കിൽ ശരണ്യക്ക് ഇത് എന്ത് ഇന്നിപ്പോ തോന്നി വൈകുന്നേരം. ശരണ്യ ഹാപ്പിയായി. ഉച്ച കഴിഞ്ഞ് ശരണ്യ ഹാപ്പിയായി അല്ലേ ശരണ്യ? അപ്പൊ ശരണ്യ ഹാപ്പി ആയപ്പോ അത് വലിയ ഹാപ്പി നമുക്കും ആയി. അതെ അതെ അതെ. നമുക്കല്ലെങ്കിൽ നമ്മുടെ വീട് ഉറങ്ങി കിടക്കില്ല. ഉച്ചവരെ ഇവിടെ ഒരു നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടിരുന്ന് അതില് ഇപ്പൊ ഏറെ സന്തോഷായി. അത്രേ. ഞങ്ങൾക്ക് വേറെ ഒന്നുമല്ല, ശരണ്യ ഹാപ്പി ആണെങ്കിൽ ഞങ്ങൾക്കൊന്നും കഴിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ. അതെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ്. അതുപോലെ ഈ വീഡിയോ കാണുമ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ബാക്കിയുള്ള വീഡിയോ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യാത്തവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അതുപോലെ ഞങ്ങൾ ഇതിനേലും നല്ലൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം അതെ 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 അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതെ. അപ്പം എല്ലാവർക്കും ടാറ്റാ.